പ്രിയപ്പെട്ട കുട്ടികളെ, +1 മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ടോപ്പിക്കായ ഫംഗ്ഷൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിലെ അവസാനത്തെ രണ്ട് ഫംഗ്ഷൻസായ സിഗ്നം ഫംഗ്ഷനും സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ഇത് രണ്ടുമാണ്. കൂടാതെ ആൽജിബ്ര ഓഫ് ഫംഗ്ഷൻസ് എന്നൊരു ടോപ്പിക്ക് കൂടിയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ അടുത്ത ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ഇതിന്റെ ഡൊമെയിൻ f ഫ്രം r to r എന്ന് തന്നിട്ടുണ്ട്. ഡൊമെയിൻ r ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിനും ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഏത് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാം. കോഡൊമെയിൻ എന്ന് പറയുന്നത് ആരാണ്? ഡിഫൈൻഡ് ബൈ. ഈ ഫംഗ്ഷന് മറ്റ് ഫംഗ്ഷൻസിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇമേജുകൾ, ബാക്കി എല്ലാ ഫംഗ്ഷന്റെയും ഇമേജ് നമ്മൾ കണ്ടുപിടിക്കണം. ഡൊമൈനിലെ ഒരു വാല്യൂ എടുത്ത്, ഇപ്പൊ നമ്മുടെ f ഓഫ് മോഡ് x ആണെങ്കിൽ, മോഡുലസ് ഓഫ് x ആണെങ്കിൽ -1ന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ -1 +1 ആണ്. നമ്മൾ ഓരോ വാല്യൂ എടുത്തെടുത്ത് കണ്ടുപിടിക്കണം. പക്ഷേ സിഗ്നം ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഇമേജ് നേരെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇമേജ് ആണ് ഈ കിടക്കുന്ന 3 ഇതിന് 3 ഇമേജുകളെ ഉള്ളൂ. ഒന്ന് 1, ഒന്ന് 0, ഒന്ന് -1. ആർക്കാണ് 1 എന്ന ഇമേജ് വരുന്നത്? x > 0, അതായത് പോസിറ്റീവ് വാല്യൂസിനല്ല അതിന്റെ ഇമേജ് വാല്യൂ. ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അതിന്റെ ഇമേജ് 1. 0 ആണെങ്കിൽ ഇമേജ് 0. ഏത് നെഗറ്റീവ് വാല്യൂ, x < 0 മീൻസ് നെഗറ്റീവ് വാല്യൂ ഏതാണെങ്കിലും അതിന്റെ ഇമേജ് -1. അതിന്റെ ഇമേജ് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നേക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യണം. ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മള് ഇത് ആകെ 3 ഇമേജല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോസിറ്റീവ് ആണെങ്കിൽ 1ഉം 0 ആണെങ്കിൽ 0യും നെഗറ്റീവ് ആണെങ്കിൽ -1ഉം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഡൊമൈനിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് x ആക്സിസിലാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞെടുക്കുന്ന വാല്യൂസ് x ആക്സിസിൽ നിന്നും ഇമേജ് എന്ന് പറഞ്ഞു കിട്ടുന്ന വാല്യൂ y ആക്സിസിലും ആണ് നമ്മൾ എടുക്കുക. ഇപ്പൊ ഡൊമൈനിൽ x ആക്സിസിലെ ഒരു വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇമേജ് y ആക്സിസിൽ നിന്നും കൂടി എടുത്തിട്ടാണ് നമ്മൾ പോയിന്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ഇത് മുമ്പ് ചെയ്ത ഫംഗ്ഷൻസിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഒന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒന്നും കൂടെ പറയാം. ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിലെ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x ആക്സിസിലെ പോയിന്റ്സ് ആണ്. അതിന്റെ ഇമേജുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇമേജ് വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ x ആക്സിസിലെ ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് എടുത്താല്, x ആക്സിസിലെ ഈ പോയിന്റ് എടുത്താൽ ഡൊമൈനിൽ നിന്ന്, ഡൊമൈൻ എന്ന് പറയുന്നതാണ് x ആക്സിസിന് വിചാരിച്ചാൽ മതി. ഇതിൽ നിന്നും ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് y ആക്സിസിലുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിസിൽ നിന്ന് വേണം നമ്മൾ അതിന്റെ ഇമേജ് എടുക്കാൻ. ഇപ്പൊ നമുക്കിവിടെ എടുക്കുമ്പോ കാണാം, മനസ്സിലാകാം. ഇവിടെ x > 0 നമ്മൾ പറഞ്ഞു ആകെ 3 ടൈപ്പ് ഇമേജസേ ഉള്ളൂ. x > 0 മീൻസ് പോസിറ്റീവ് വാല്യൂ. റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ വേണേലും ആകാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള മുഴുവൻ നമ്പേഴ്സും, ഈ ലൈനിലുള്ള മുഴുവൻ കുത്തുകളും ഓരോ നമ്പറുകളാണ്. അക്കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഈ ലൈനിലുള്ള മുഴുവൻ കുത്തുകളും ഓരോ നമ്പറുകളാണ്. ഇത് നമ്മൾ സാധാരണയായി 1, 2 ഇങ്ങനെ ചില നമ്പറുകൾ ഇന്റീജേഴ്സിനെ മാത്രം പ്രത്യേകമായി എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിനകത്തുള്ള ഓരോ കുത്തുകളും ഓരോ നമ്പറുകളാണ്. അക്കാര്യം നിങ്ങളൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ചിലരെ മാത്രം റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കാണിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ x > 0 എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ ആണ്. ഡൊമൈനിൽ നിന്നാണല്ലേ നമ്മൾ എടുക്കുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആണ്. ഇപ്പൊ x > 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള മുഴുവൻ റിയൽ നമ്പേഴ്സ്. ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിനെ നമ്മൾ എവിടെയാ കാണിക്കേണ്ടത്? ഈ ഗ്രാഫില് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം. പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 0ക്ക് ശേഷം ഇങ്ങോട്ടുള്ള മുഴുവൻ നമ്പേഴ്സും, ഈ ലൈനിലെ ഓരോ കുത്തും, ഓരോ കുത്തിനും ഓരോ നമ്പറാണ്
ഓരോ കുത്തുമാണ് പോസിറ്റീവ് വാല്യൂസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇതിലുള്ള ഓരോ കുത്തിന്റെയും ഇമേജ് എത്രയാണ്? ഇതിലുള്ള ഓരോ ഈ പാർട്ടിലുള്ള കുത്തുകളാണിത്. ഇതിലുള്ള ഓരോ കുത്തിന്റെയും ഇമേജ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? പോസിറ്റീവ് 1 ആണ്. അപ്പോ ഈ 1ന്റെ ഇമേജ് എന്ന് പറയുന്നത് 1ന്റെ ഇമേജ് 1 തന്നെയാണ്. അപ്പൊ 1 എന്നുള്ള പോയിന്റ് എടുത്തു. ഇമേജ് നമ്മൾ ഇമേജ് എടുക്കുന്നത് y ആക്സിസിൽ നിന്നാണ്. അപ്പൊ y ആക്സിസിലെ ഇമേജ് കിട്ടിയത് 1 അല്ലേ? അപ്പൊ y ആക്സിസിലെ 1 എടുക്കുക. ഇമേജ് y ആക്സിസിലെ എടുക്കുക. ഇമേജ് 1 ആയതുകൊണ്ട് അത് y ആക്സിസിലെ 1 എടുത്തു. അപ്പൊ 1നും 1നും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്, ഡൊമൈനിലെ പോയിന്റ് 1, ഇമേജ് ആയിട്ട് കിട്ടിയത് 1, രണ്ടും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു, നേരത്തെ ചെയ്തതല്ലേ. ഇതുപോലെ 1/2 എടുത്താല് അത് ഇവിടുത്തെ ഒരു പോയിന്റ് ആണ്. 1/2ന്റെ ഇമേജ് 1/2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നമ്പറാണ്. ഇവിടുത്തെ ഏത് നമ്പറിന്റെയും ഇമേജ് 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 1/2ന്റെ ഇമേജ് 1 തന്നെയാണ്. അപ്പൊ y ആക്സിസിലെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1/2 ഇവിടുന്ന് എടുത്തു, 1 ഇവിടുന്ന് എടുത്തു. ഇമേജ് y ആക്സിസിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ y ആക്സിസിൽ നിന്ന് വേണം എടുക്കാൻ. ഇതാണ് നമ്മുടെ y ആക്സിസിലെ 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള പോയിന്റ് എടുത്തു. ഇങ്ങനെ എല്ലാ പോയിന്റും ഏത് പോയിന്റ് എടുത്താലും 1 ആണ്. അപ്പൊ ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും ഇതാണ് ഇമേജ് ആയിട്ട് വരുന്നത് 1. അപ്പൊ അതിന് നേരെ വേണം കുത്താൻ. ഓരോ നമ്പറിനും അതിന്റെ ഇമേജ് 1 ആയതുകൊണ്ട് അതിന് നേരെ 1ന് നേരെ, അതിന് ഓരോ 3ക്ക് നേരെ 1, 4ന് നേരെ, അതിന്റെ അടുക്കുള്ള എല്ലാ നമ്പറിനും നേരെ ഇത് വരും. അത് ഇമേജുകൾ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്തോറും മുഴുവനും ഏത് നമ്പർ ഇവിടെ എടുത്താലും അതിന്റെ ഇമേജ് 1ന് നേരെ വരും. y ആക്സിസിലെ 1ന് നേരെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എവിടം വരെ അത് അങ്ങ് വരെ പൊക്കോളും 1 തന്നെയായിരിക്കും. ഇത് ഇങ്ങോട്ട് എവിടം വരെ വരാം? ഏത് നമ്പർ വരെയാണ് ഇമേജ് 1 വരുന്നത് നോക്കിയേ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് ഇമേജ് 1. ഓക്കെ, അപ്പൊ എവിടം വരെ വരാം? 0 വരെ വരാം. 0 വരെ. 0 ഇൻക്ലൂഡഡ് അല്ല അതിനകത്ത്, ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. 0 വരെ. ഇവിടെ ഇങ്ങനെ വന്ന് അങ്ങോട്ട് അങ്ങേറ്റം വരെ ഉണ്ട്. ഇങ്ങോട്ട് എവിടം വരെ വരാന്നാണ് നോക്കുന്നത്. അപ്പൊ 0 വരെ. 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ 0 വരെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരിക? 0യുടെ തൊട്ടടുത്ത നമ്പർ വരെ. 0യുടെ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കാണിക്കാൻ എളുപ്പമാണോ? ഏതാണ് 0യുടെ തൊട്ടടുത്ത നമ്പർ? 0.9 ആണോ? 0.99, 0.999, 0.99999 ഏതാണ് ആ നമ്പർ? ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? എളുപ്പമല്ല, പറയാൻ എളുപ്പമല്ല. അപ്പൊ പിന്നെ കാണിക്കാൻ അത്രയും കൂടി എളുപ്പമല്ല. അതിന്റെ തൊട്ടടുത്ത നമ്പർ വരെ ഇമേജ് 1 ആണ്. അപ്പൊ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാല്, അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. നമ്മൾ 0 വരെ അങ്ങ് വരയ്ക്കും ഇമേജ്. 0യുടെ ഇമേജും കൂടെ ഇവിടെ 1 തൊട്ടങ്ങ് തുടങ്ങി കാണിക്കും. ഇങ്ങനെ അങ്ങ് വരച്ച് കാണിക്കും. ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, പക്ഷെ ശരിക്കും 0യുടെ ഇമേജ് ഇപ്പൊ ഇവിടെ 1 എന്നാണ് വന്നേക്കുന്നത്. ശരിക്കും 1 ആണോ 0യുടെ ഇമേജ്? 0യുടെ ഇമേജ് 0 ആണ്. 0യുടെ ഇമേജ് 0 ആണ്. 0യുടെ ഇമേജ് 0 ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ 0യുടെ ഇമേജ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 0ക്ക് നേരെ കൊണ്ടുപോയി 1ൽ നമ്മൾ വരച്ചാൽ ഇത് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നിർത്തിയോട് കൊണ്ടാണ് നമ്മൾ 0യെ കൊണ്ടുവന്ന് മുട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഏതാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ വരുന്ന കേസിലുള്ള ട്രിക്ക് ഇതാണ്. നമ്മൾ 0യുടെ ഇമേജ് 1 ലൈൻ വരച്ച് കാണിച്ചെങ്കിലും അവിടെ ഒരു വട്ടം ഇട്ട് കാണിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? അങ്ങനെ ഒരു വട്ടം കണ്ടാൽ അതിനർത്ഥം എന്താണ്? ഇത് 0ക്ക് നേരെയല്ലേ വട്ടം വന്നേക്കുന്നത്? ഏത് നമ്പറിന് നേരെ വട്ടം വന്നേന്ന് നോക്കുക. 0യുടെ നേരെയല്ലേ? 0ക്ക് ഇത് ബാധകമല്ല. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മളത് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത 0യുടെ ഇമേജ് എത്രയാ? 0യുടെ ഇമേജ് 0. അതിവിടെ കിട്ടി. അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും 0യുടെ ഇമേജ് 0 ആണ്. 0യുടെ ഇമേജ് ഇവിടെ ലൈൻ ഉണ്ടെങ്കിൽ അവിടെ റൗണ്ട് ഉണ്ട്. therefore 0യുടെ ഇമേജ് 1 അല്ല. 0 മുതൽ അങ്ങോട്ടുള്ളവരുടെ ഇമേജ് ആണ് 1 ആയിട്ട് വന്നിരിക്കുന്നത്. ചെറിയ മിസ്റ്റേക്ക് ആണ്. സ്ട്രേറ്റ് ലൈൻ ആണ് കേട്ടോ. അതേപോലെ ഇതേ റൂള് തന്നെയാണ് എക്സ് ലെസ് ദാൻ 0. 0 മുതൽ ഇങ്ങോട്ടുള്ളവർ, 0യിലല്ല 0 മുതൽ ശേഷമുള്ള ആദ്യത്തെ നമ്പർ മുതൽ ഇങ്ങോട്ട് മുഴുവനും ഇമേജ് എത്രയാണ്? -1 ആണ്. ഇപ്പൊ -1 എന്നുള്ളത് നമ്മൾ എവിടെ വേണം എടുക്കാൻ? ഇമേജ് അല്ലേ? ഇമേജിനെ y ആക്സിസിൽ നിന്ന് വേണം എടുക്കാൻ. -1 ഇതാണ് -1. അപ്പൊ ഇവിടെയുള്ള മുഴുവൻ പേരുടെയും ഇമേജ് എത്രയാണ്?
-1 ആണ്. അപ്പൊ ഓരോരുത്തർക്ക് നേരെ ഓരോ നമ്പറിന് നേരെ -1 ആണ് ഇമേജ് വരുന്നത്. അപ്പൊ നേരെ നേരെ -1 ഇമേജിന് നേരെ മാർക്ക് ചെയ്തു. -3 ഇടുന്നത് -1. അടുത്ത ഇതിനടുക്കുള്ളത് ഓരോരുത്തരുടെയും -1 ആണ്. അപ്പൊ നമ്മൾ -1 മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങോട്ട് ആരുടെ ആണെങ്കിലും ഈ ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ പേരുടെ -1 ആണ്. അപ്പൊ ഇങ്ങോട്ടുള്ളവരെ നമുക്ക് സംശയമില്ല. നമുക്ക് -1 എന്ന് പറഞ്ഞിട്ട് പോകാം. അവരെല്ലാം കൂടെ നമുക്ക് യോജിപ്പിക്കാം. അവരെല്ലാം കൂടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഞാനിങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എവിടം വരെ ചെല്ലാം? ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് അങ്ങ് വരെ പോകാം. ഇങ്ങോട്ട് എവിടം വരെ പോകാം? എവിടം വരെ പോകാം? 0 കയറാവോ? 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് തൊടാവോ? തൊടാൻ പാടില്ല. പക്ഷെ നമുക്ക് നിർത്തിയത് കൊണ്ട് നമ്മളവിടെ 0 ഒന്ന് തൊടും. എന്നിട്ട് അവിടെ 0 ബാധകമല്ല എന്ന് പറഞ്ഞൊരു റൗണ്ട് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് കാണുന്നവർക്ക് എന്ത് മനസ്സിലായിക്കോളും? ഈ ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ വാല്യൂസിന്റെയും ഇമേജ് -1ലാണ് കിടക്കുന്നത്. എല്ലാവരുടെയും -1 വരെ. എവിടെയാണ് അതിന്റെ ഹൈറ്റ് വന്ന് തീരുന്നത്? അതിന്റെ ഹൈറ്റ് ആണിത്. ഇവിടെ -1 ആണ്. പക്ഷെ 0 വന്നപ്പോ ഇവിടെ റൗണ്ട് ആണ്. അപ്പൊ 0ക്ക് ഇല്ല. 0യുടേത് 0യെ തന്നെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ 0 മുതൽ ഇങ്ങോട്ട് വന്ന് നോക്കുക. 0 മുതൽ 0ക്ക് ഇവിടെ 1 ഇല്ല. അവിടെ റൗണ്ട് ആണ്. 0യുടെ ഇങ്ങോട്ട് മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇങ്ങനെ റൗണ്ട്. നിങ്ങൾക്ക് ശരിക്കും ചിലർക്കും ആദ്യം കേൾക്കുമ്പോൾ അത്ര മനസ്സിലായി ഒന്നും ഇരിക്കുകയല്ല. നിങ്ങൾ അതിനെപ്പറ്റി ബോധേടാവണ്ട. നിങ്ങൾ ഇത്രയും മിനിമം പറ്റുന്നവർ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതാണ് ഏറ്റവും ശരിയായ മെത്തേഡ്. അല്ലാത്തവരെന്ത് ചെയ്താൽ മതി? സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനേഷൻ പഠിച്ചു നോക്കുക. പോസിറ്റീവ് വാല്യൂസിന്റെ ഇമേജ് 1, ഈ സൈഡിൽ മുഴുവനും 1, 0യുടെ 0, നെഗറ്റീവ് വാല്യൂസ് വരുന്ന എക്സ് ആക്സിന്റെ ഈ സൈഡിൽ വരുന്ന മുഴുവൻ പേർക്കും -1, അവിടെ മുഴുവൻ -1 വരെ കൊടുത്തു. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. -1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സ്ട്രേറ്റ് ലൈൻ വന്നു. എക്സ് ആക്സിന് പാരലലായിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ. ഇവിടെ 1 പോസിറ്റീവ് വാല്യൂസിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് എക്സ് ആക്സിന് പാരലലായിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞത് സ്ട്രേറ്റ് ലൈൻ ആണ്, പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ഈ കേസിൽ കോൺസ്റ്റന്റ് ആണ്, അവിടെ സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഈ കേസിൽ കോൺസ്റ്റന്റ് ആണ്, അവിടെ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി, പാരലൽ ടു എക്സ് ആക്സിസ്. 0 എന്ന സിംഗിൾ പോയിന്റിന് 0 തന്നെ. അത്രയും ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക, ഇവിടെ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഇവിടെ രണ്ട് സ്ഥലത്ത് ഓരോ റൗണ്ട് ഇട്ട് കൊടുക്കുക. 0ക്ക് 0 എന്ന് മാർക്ക് ചെയ്യുക. ചിലപ്പോൾ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ വരും. അപ്പൊ ഇങ്ങനെ ഫുള്ള് ലൈൻ വരച്ച് മനസ്സിലാക്കി വരച്ചാൽ വളരെ നല്ലത്. മനസ്സിലാകാത്തവര് വരച്ചിട്ട് ഇത് രണ്ടും റൗണ്ട് കൊടുത്ത് ഇവിടെ 0ക്ക് 0 ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഡൊമൈനും റേഞ്ചും കുറച്ച് കാര്യമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു. ഡൊമൈൻ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പറിനാണെങ്കിലും നമുക്ക് അതിന്റെ ഇമേജ് ഉണ്ട്. ഈ ലൈനിലുള്ള എല്ലാ പോയിന്റിനും ഇമേജ് ഉണ്ട്. ഇമേജ് ഉള്ളവരാണ് ഡൊമൈനിൽ വരുള്ളൂ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വാല്യൂസിന്റെ എല്ലാ ഇമേജ് ഉണ്ടോ? -1 നേരെ ഓരോ നമ്പറും -1 അല്ലേ ഇമേജ്. നെഗറ്റീവ് വാല്യൂസിനെല്ലാം -1 ആണ്, 0ക്ക് 0 എന്നാണ്, പോസിറ്റീവ് വാല്യൂസിനെല്ലാം 1. അപ്പൊ എല്ലാ വാല്യൂസിനും എക്സ് ആക്സിസിലുള്ള മുഴുവൻ പോയിന്റ്സിനും ഇമേജുകളുണ്ട്. അതുകൊണ്ട് എക്സ് ആക്സിസ് മുഴുവനായിട്ടും ആരാണ്? ഡൊമൈൻ ആണ്. അതുകൊണ്ട് എക്സ് ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് R. ആക്സിസുകളെ നമ്മൾക്ക് എക്സ് ആക്സിസ് പറയുന്നതിന് പകരം R എന്നും വൈ ആക്സിസ് എന്ന് പറയുന്നതിന് പകരം R എന്നും വിളിക്കാം. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡെഫിനേഷനിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് എഴുതുകയും ചെയ്യാം. രണ്ട് രീതിയിലാണെങ്കിലും R തന്നെ വരും. അടുത്തത് കോഡൊമൈൻ. കോഡൊമൈൻ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ എഴുതണം. കോഡൊമൈന് R ആണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് ഇമേജുകളുടെ സെറ്റ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ കേസിൽ വളരെ പ്രത്യേകതയുള്ള ഫംഗ്ഷൻ നമ്മൾ കണ്ടു. ഇതിനാകെ 3 ഇമേജുകളേ ഉള്ളൂ. പോസിറ്റീവ് വാല്യൂസിനെല്ലാം കൂടെ ഒരു ഇമേജ്, 0ക്ക് ഒരു ഇമേജ്, നെഗറ്റീവ് വാല്യൂസ് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ഇമേജ്. അപ്പൊ ആകെ 3 ഇമേജേ ഉള്ളൂ. 1, 0, -1. ഇതാണ് ഇമേജ് സെറ്റ്. അതിന്റെ പേരാണ് റേഞ്ച്. ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ കാര്യത്തിൽ പഠിച്ചു വെച്ചാൽ മതി. ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്, ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആൻഡ് ഗ്രാഫ്. പ്രത്യേകം ഓർക്കണം ഇവിടെ 2 റൗണ്ട് ഇടുന്ന കാര്യം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഈ 2 ഫംഗ്ഷൻസ്, ഇനി ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട് നമുക്ക്, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. അവിടെയും നമുക്ക് ഇതുപോലെ റൗണ്ട് ഇടുന്ന കേസ് വരുന്നുണ്ട്. ഞാൻ അവിടെ ഒന്നും കൂടെ പറയാം.
പക്ഷെ നിങ്ങളോട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. ആ പറഞ്ഞത്രയും ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ആ ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫ് ഇതുപോലെ ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അതുപോലെ അതിന്റെ ഗ്രാഫും ആ ഗ്രാഫ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അതിന്റെ ഗ്രാഫും അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാകാത്തവർ മാത്രം ഒന്ന് അതുപോലെ ഒന്ന് വരച്ചു പിടിക്കുക. അത്രേ ചെയ്യണ്ടു. പിന്നെ ഡൊമൈനും കോഡൊമൈനും റേഞ്ച് ഏതാണെന്നും ഓർത്ത് വെക്കുക. അല്ലാതെ അത് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ കൂടുതൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാഫ് കാണുമ്പോൾ അതേത് ഫംഗ്ഷന്റെ ഗ്രാഫാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഇനി വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും വരയ്ക്കാൻ അറിയണം. വരയ്ക്കുമ്പോൾ മനസ്സിലായവര് മനസ്സിലാക്കി വരയ്ക്കുക, ഇല്ലാത്തവരിങ്ങനെ റൗണ്ട് ഇട്ട് കൊടുത്ത് എവിടെയാണ് റൗണ്ട് ഉള്ളതെന്ന് ഓർത്ത് വെച്ച് അത് കൃത്യമായിട്ട് അവിടെ ഇട്ടാലും മതി. അല്ലാതെ കൂടുതൽ വിഷമിക്കേണ്ട കാര്യം ഇല്ല. ലാസ്റ്റ് ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. അടുത്ത ഫംഗ്ഷന്റെ പേര്, നമ്മുടെ പേരുള്ള ഫംഗ്ഷൻസ് ആണ് എല്ലാം തന്നെ പഠിച്ചിരിക്കുന്നത്. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഫ് ഫ്രം ആർ ടു ഡൊമൈനും റേഞ്ച് കോഡൊമൈനും ആറ് തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് ഇടുന്നു. നമ്മൾ നൊട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് ഇടുന്നു. ഇതെന്താണ് ഇതിന്റെ അർത്ഥം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ, ഇതിന്റെ മീനിങ്, ഇതിന്റെ ഇമേജിന്റെ മീനിങ്. ഇപ്പൊ നമ്മളൊരു നമ്പർ ഇവിടെ എടുത്തു, അതായത് 1.5 എന്ന നമ്പറിന്റെ ഇമേജ് ആണ് കാണേണ്ടതെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടു ആ നമ്പർ. അതിന്റെ മീനിങ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. അതാണ് ഇതിന്റെ റിസൾട്ട്. എന്താ റിസൾട്ട് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിന്റെ ഡെഫിനിഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. 1.5 ചെറുതോ തുല്യമോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇന്റീജർ. ഈ 1.5 എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആണോ? അല്ല, ഇതൊരു ഫ്രാക്ഷൻ ആണെന്ന് നമുക്കറിയാം, ഒരു റാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ റാഷണൽ നമ്പർ ആണെങ്കിൽ നമ്മൾ റാഷണൽ നമ്പർ ആൻസർ എഴുതരുത്. നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഒരു ഇന്റീജർ ആയിരിക്കണം ആൻസർ ആയിട്ട് എഴുതാൻ പാടുള്ളൂ. ഇന്റീജർ ആണ് ആൻസർ ആയിട്ട് എഴുതാവുള്ളൂ. ഇതിന്റെ അകത്തുനിന്ന് ഏത് ഇന്റീജർ എഴുതാവുള്ളൂ? ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ, ഇതിന്റെ തൊട്ടടുത്തുള്ള ഇന്റീജർ. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് രണ്ട് ഇന്റീജർ ഉണ്ട്. ആരൊക്കെ? 1.5ന്റെ തൊട്ടടുത്തുള്ള ഇന്റീജറെ ആൻസർ എഴുതാവുള്ളൂ. രണ്ടുപേരുണ്ട്, ഒന്ന് ഇപ്പുറത്ത് 1 ഉണ്ട്, അപ്പുറത്ത് 2 ഉണ്ട്. ഇതിൽ ആരെ വേണം എടുക്കാൻ? 1നെ എടുക്കണോ 2നെ എടുക്കണോ? ആരെ എടുക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5. 1.5 ദ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ തന്നെ തൊട്ടടുത്തുള്ളത് തന്നെ വേണം. തൊട്ടടുത്തുള്ള ഏറ്റവും വലുത് അല്ല. ഇതിൽ ആരെ വേണം എടുക്കാൻ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5നേക്കാൾ ചെറിയ തൊട്ടടുത്തുള്ള ഇന്റീജർ. ഇത്രയും അർത്ഥം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ എത്ര ആൻസർ വരിക? 1. സിമ്പിൾ. ഈ ഡെഫിനിഷൻ കാണുമ്പോൾ പേടിക്കേണ്ട അത്രയൊന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 1.5 1 വന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2.75 എത്ര വരും? 2.75ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ വാല്യൂ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള, ഇതിനേക്കാൾ ചെറിയ തൊട്ടടുത്തുള്ള ഇന്റീജർ ഏതാണ്? 2. വെരി സിമ്പിൾ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് 6 ആണല്ലോ ഡൊമൈൻ. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, ഏതുണ്ട്. ഇപ്പൊ 2 ആണെങ്കിലോ എഫ് ഓഫ് 2, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2 ആണെങ്കിൽ ഏത് എഴുതണം? ആ ഇന്റീജർ തന്നെ എഴുതണം. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ ഒരു ഇന്റീജർ ആണെന്നേ ഉള്ളൂ. ഇത് ഇന്റീജർ ആയതുകൊണ്ട് അത് തന്നെ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞേക്കുന്നുണ്ടാവും. അത് തന്നിരിക്കുന്നത് ഇന്റീജർ ആണെങ്കിൽ അത് തന്നെ എഴുതാം, നോ പ്രോബ്ലം. ഇനി അത് ഇന്റീജർ അല്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് നോക്കണ്ടു? അതിനേക്കാൾ ചെറിയ ഏറ്റവും വലിയ ഇന്റീജർ എടുത്ത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇന്റീജർ ആണെങ്കിൽ കുഴപ്പമില്ല. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, തൊട്ടടുത്തുള്ള നമ്പർ എഴുതിയാൽ മതി. ഇനി 0 ആണെങ്കിലോ എഫ് ഓഫ് 2, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് 2, ഇന്റീജർ ആണെങ്കിൽ അത് തന്നെ എഴുതാന്ന് പറഞ്ഞു. 0 ആണെങ്കിലോ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റീജർ ആണ്. 0യുടെ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ത് തന്നെ എഴുതിയാൽ മതി? 0. ഇത് ഇന്റീജർ ഫംഗ്ഷൻ ആണ്. നമുക്ക് ആൻസർ ഇന്റീജറെ കിട്ടാൻ പാടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പോസിറ്റീവ് ഇന്റീജേഴ്സ് നോക്കി, പോസിറ്റീവ് ഫ്രാക്ഷൻസ് നോക്കി, അതിന്റെ എല്ലാം റിസൾട്ട് എന്താ എഴുതേണ്ടതെന്ന് മനസ്സിലായി.
അങ്ങനെയാണെങ്കിൽ ഇനി നെഗറ്റീവ് ഇന്റീജർ ആണെങ്കിലും എന്ത് തന്നെ എഴുതിയാൽ മതി? ഇന്റീജർ ആണോ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഇന്റീജർ തന്നെ എഴുതാം. ഇന്റീജർ വരുന്ന കേസിൽ അത് തന്നെ എഴുതുക, നോ പ്രോബ്ലം. ഇനി ഇന്റീജർ അല്ലാതെ വന്നാല്, അതായത് എഫ് ഓഫ് -0.5 -5 വന്നാൽ എന്ത് എഴുതും? -5 തൊട്ടടുത്തുള്ള ഇന്റീജർ. ഏത് ഇന്റീജർ എടുക്കണം? അതിനേക്കാൾ ചെറിയ ഇന്റീജർ, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇന്റീജർ അത് എടുത്താൽ മതി. ഏത് -0.5 എന്ന് ഇവിടെ വരും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നാലേ ചെറുത്. ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളവരെല്ലാം ചെറുതും അതിന്റെ റൈറ്റ് സൈഡിലുള്ളവരെല്ലാം അതിനേക്കാൾ വലുതുമാണ്. അപ്പൊ ഇതിനേക്കാൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഇന്റീജർ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഇന്റീജർ -1. ഇങ്ങനെ വിചാരിച്ചാലും മതി, വളരെ എളുപ്പത്തിൽ ചെയ്യും. ക്ലിയർ അല്ലേ? നെഗറ്റീവ് ഫ്രാക്ഷൻ വന്നാൽ ഇങ്ങനെ. പോസിറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ അങ്ങനെ 0.5. അപ്പൊ 0.5ന്റെ എത്ര വരും? 0.5 ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ 0.5 ഏത് വരും? 0.5. 0.5 എന്ന് എവിടെ? ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, അതിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ഇന്റീജർ അതാരാണ്? 0. നോ പ്രോബ്ലം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആദ്യത്തെ ഇന്റീജർ എഴുതുക. അത് ഇന്റീജർ ആണെങ്കിൽ അത് തന്നെ എഴുതാം, ഈക്വൽ ടു ഉണ്ട്. ഇന്റീജർ അല്ലെങ്കിൽ അതിനേക്കാൾ ലെഫ്റ്റ് സൈഡിലുള്ളത് എടുക്കണം. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇന്റീജർ ആണെങ്കിൽ അത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഇതിനെപ്പറ്റി കൂടുതൽ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴും ഇതുപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ വരയ്ക്കാൻ പോയ ഒരുപാട് ടൈമുണ്ട്, ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോ നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ. അപ്പൊ 0 വന്നാല് ഒരു ഇന്റീജർ ആണ്, അതിന്റെ വാല്യൂ 0 തന്നെ വരും. 0 മുതൽ 1 വരെയുള്ള വാല്യൂസ്, 0 മുതൽ 1 ആണെങ്കിൽ ഏത് തന്നെ വരും? 1ന്റെ ഇമേജ്, 1ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ 1 തന്നെ. ഓരോന്നിന്റെ ഇമേജ് നമുക്ക് ഇങ്ങനെ ഈ കോളത്തിൽ, നമ്മൾ ഇത്രയും നേരം നമ്മൾ ഈ കോളത്തിൽ നോക്കിയിട്ടാണ് 0യുടെ ഇമേജ് 0, 1ന്റെ ഇമേജ് 1 ഇവിടെ ഈ എക്സാമ്പിളില്, ഇമേജ് 2, 1.5ന്റെ ഇമേജ് 1, അങ്ങനെയൊക്കെ എഴുതാം അല്ലെ? അങ്ങനെ എഴുതുന്നതിന് പകരം, ഇങ്ങനെ കോളത്തിൽ എഴുതുന്നതിന് പകരം നമുക്ക് നേരെ പോയി ഇവിടെ മാർക്ക് ചെയ്യാം. 0യുടെ ഇമേജ് 0, 0, 0 എന്നുള്ള പോയിന്റ്, 1ന്റെ ഇമേജ് 1, അപ്പൊ 1, 1 എന്നുള്ള പോയിന്റ്. അങ്ങനെ നേരെ മനസ്സിൽ കണ്ട് മാർക്ക് ചെയ്യാം. പഠിച്ചവർക്ക് അങ്ങനെ ചെയ്യാം. 1ന്റെ ഇമേജ്, ഹാഫിന്റെ ഇമേജ് എത്രയാ? ഹാഫിന്റെ ഇമേജ് ഇട്ടുപറ്റരുത്. ഹാഫിന്റെ ഇമേജ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 0.5. 0.5ന്റെ ഇമേജ് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റീജർ 0. അപ്പോൾ 0.75ന്റെ ഇന്റീജർ എത്രയാണ്? 0.75ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റീജർ 0. അപ്പൊ 1ന് മുമ്പ്, 1നേക്കാൾ ചെറുതാണെങ്കിൽ അതുവരെ, 1 മുതൽ അങ്ങോട്ട് 1 അല്ലേ? 1 മുതൽ അങ്ങോട്ടുള്ള ഇവരുടെ എല്ലാം, ഈ ഇവിടെ വരുന്നവരുടെ എല്ലാം ലെഫ്റ്റ് സൈഡിലെ, ഈ ജംഗ്ഷനിൽ വരുന്നവരുടെ എല്ലാം ലെഫ്റ്റ് സൈഡിലെ ഇന്റീജറിന്റെ 1 ആണ്. അവരുടെ മുകളിൽ ഇത്രയും പേരുടെ ഇമേജ് 1 അല്ലെ? മനസ്സിലായോ? 1 മുതൽ 2 വരെ വരുന്ന ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ് ഇതിനിടയ്ക്ക് വരുന്നത്. ഇന്റീജറുകളെ നമ്മൾ ഈ ലൈനെ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ 1 മുതൽ ഈ 2ന് തൊട്ടിപ്പുറത്ത് വരെ വരുന്ന മുഴുവൻ ഇന്റീജേഴ്സ്, മുഴുവൻ നമ്പേഴ്സിന്റെയും ഇമേജ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഇന്റീജർ ആയ 1 ആണ്. അപ്പൊ റിസൾട്ട് ഇത്രയും പേരുടെ ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 മുതൽ ഇങ്ങോട്ട് 2 വരെ വരുന്നവരുടെ ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ 2 വരെ എന്ന് പറഞ്ഞാൽ ഇതാണ് 2 അല്ലെ? നമുക്ക് ഈ 2ന് തൊട്ടടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് കാണിക്കാൻ പറ്റിയല്ലോ. 2ന് തൊട്ടടുത്തുള്ള നമ്പർ വരെ 1 ആണെന്ന് പറയും. അപ്പൊ നമ്മൾ 1 മുതൽ എന്ന് പറയുമ്പോൾ ഇത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് നമുക്ക് അറിയാം. ഈ പോയിന്റിൽ 1 ആണ്. ഈ 2 വരെ, ഈ പോയിന്റ് വരെ 1 ആണ്. അപ്പൊ ഈ ഇത് വരെ 1 ആണെന്നുള്ളത്. പക്ഷെ ഇത് ഇൻക്ലൂഡഡ് ആണോ? ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂലേ. അപ്പൊ ഈ 2 എന്ന പോയിന്റിന്റെ ഇമേജ് 1 ആണോ? അല്ല, 2ന്റെ ഇമേജ് 2 ആണ്. ഇതാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് 2ന് തൊട്ടടുത്ത നമ്പർ എന്ന് വേണം പറയാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തൊട്ടടുത്ത നമ്പർ ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 2ന്റെ അവിടെ എന്ത് കാണിക്കും? ഒരു വട്ടം ഇട്ട് കാണിക്കും. 2ന് ഇത് ബാധകമല്ല, 2 വരെ മാത്രമേ ബാധകമുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു റൗണ്ട് ഇട്ട് കാണിക്കും. 2ന് ബാധകമല്ല. 1 മുതൽ 2ന് തൊട്ടടുത്ത നമ്പർ വരെ ഇമേജ് 1. ഇമേജ് എന്നുള്ളത് നമ്മൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കും. അടുത്തത് 2 മുതൽ 3 വരെ. 2 മുതൽ 2ന്റെ ഇമേജ് എത്രയാണ്? 2. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പോയിന്റാണ് നമുക്കറിയാം. 3 വരെയുള്ള ഈ ഇടയ്ക്കുള്ള മുഴുവൻ പോയിന്റിന്റെയും ഇമേജ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പൊ ഇത്രയും പേരുടെ ഇമേജ് എത്രയാണ്? 2. ഈ 2ന് നേരെ തന്നെയാണ് വരുന്നത് അല്ലെ?
അപ്പൊ 3യിൽ എത്തുമ്പോൾ മാത്രം 3 ആവും. പക്ഷെ 3യുടെ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പറിനെ നമുക്ക് ഇവിടെ തൊട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ എന്ത് കാണിക്കുന്ന പറഞ്ഞിരുന്ന ഇപ്പൊ എന്ത് കാണിക്കുന്ന പറഞ്ഞിരുന്ന ഈ പോയിന്റ് നമുക്ക് തൊട്ട് കാണിക്കാം. 2 എന്ന പോയിന്റ് ഇതാണെന്ന് അറിയാം. അതിന് 3ക്ക് തൊട്ടടുത്ത നമ്പറിനെ നമുക്ക് തൊടാൻ പറ്റാത്തതുകൊണ്ട് 3ക്ക് അവിടെ നമ്മൾ വട്ട വിട്ട് 3 ഒഴുകെന്ന് കാണിക്കും. 3 എന്ന പോയിന്റെ കൊണ്ടേ വട്ട വിടും. എന്നിട്ട് അവിടം വരെ വരച്ചു കാണിക്കും. അത് ഒഴുകെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് എക്സ്ക്ലൂഡഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. അത് 3 മുതൽ 4 വരെ ഉള്ളവരുടെ ഇമേജ്, ഇതിനിടയ്ക്കുള്ള മുഴുവൻ പോയിന്റിന്റെയും ഇമേജ് 3 തന്നെയാണ്. അപ്പൊ 3യുടെ ഇമേജും 3 ആണ്. അപ്പൊ നമ്മൾ 3 ചെന്നു, ഇവിടെയാണ് 3യുടെ ഇമേജ് 3 ആണ്. അത് നമുക്ക് ഇവിടെ എടുക്കാം. പക്ഷെ 4ൽ എത്തിക്കഴിഞ്ഞാൽ ഇമേജ് മാറി 4 ആകും. പക്ഷെ 4ന്റെ തൊട്ടടുത്ത നമ്പറിനെ അറിയത്തില്ലാത്തതുകൊണ്ട് 4 നമ്മൾ വട്ട വിട്ടിട്ട് അവിടെ വരെയുള്ള നമ്പർ എന്ന് പറഞ്ഞിങ്ങനെ വരച്ചു കാണിക്കും. അതേപോലെ ഇവിടെയുള്ളത് 5 എത്തിക്കഴിയുമ്പോ ഇമേജ് 5 ആകും. അപ്പൊ 5ല് ഈ റേഞ്ചിലുള്ളവരുടെ ഇമേജ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ റേഞ്ചിലുള്ള ഇമേജ് എല്ലാം 4 ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന ആദ്യത്തെ ഇന്റീജർ 4 ആയതുകൊണ്ട് 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെന്ന് ഇത് 4 ആയതുകൊണ്ട് 4ന്റേത് 4 ആണ് കൃത്യം പോയിന്റ് അറിയാം. പക്ഷെ 5ന്റേത് 5 ആയി പോകും. അതുകൊണ്ട് 5 എന്നുള്ള പോയിന്റ് ഇവിടെ ബാധകമല്ല. അത് നമ്മൾ ഒഴിവാക്കി. അതുകൊണ്ട് അവിടം വരെ ഉള്ളത് നമ്മളിങ്ങനെ വട്ട വിട്ട് കാണിക്കും. അങ്ങനെ പോകും. ഇനി ഇങ്ങോട്ടുള്ള വരുമ്പോഴോ ഇത് 0 മുതൽ 1 വരെ ഉള്ളവരുടെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഇന്റീജർ 0 ആണ്. അപ്പം 1 വരെയുള്ളവരുടെ 0 ആയതുകൊണ്ട് 0 എന്ന് പറയുന്നത് ഈ ആക്സിസിൽ തന്നെയല്ലേ വരിക. 0 y ആക്സിസിന്റെ വാല്യൂ, ഇമേജ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അത് x ആക്സിസിലെ പോയിന്റ് ആണ്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇവിടുത്തെ പോയിന്റ് ആണ്. അല്ലെ 1ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് 1 ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് 1ന് നമ്മളവിടെ വട്ടമിട്ട് കാണിക്കണം. ഇനി ഇങ്ങോട്ടുള്ള കേസ് നോക്കുക. 0 മുതൽ -1 വരെ. 0 മുതൽ -1 വരെയുള്ളവരുടെ ഇമേജ് എന്തായിരുന്നു? നമ്മളിവിടെ കണ്ടതാണ്. f(-0.5) എന്ന് പറഞ്ഞാല് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്, -1 ആണ്. അപ്പൊ ഈ റേഞ്ചിലുള്ളവരുടെ ഇമേജ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ -1 ഉള്ളത് നമ്മൾ എങ്ങനെ കാണിക്കും? -1 എന്ന് പറയുന്നത് ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 0യുടെ ഇമേജ് 0. അപ്പൊ 0 മുതൽ ഇങ്ങോട്ടുള്ളവരുടെ മുഴുവനും -1 ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇങ്ങോട്ട് -1. ഈ റേഞ്ച് മുഴുവനും -1. ഇതില്ലേ നമ്മുടെ -1 ഉള്ള പോയിന്റ്. അപ്പൊ ഇത്രയും പേരുടെ -1 ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പേരുടെ -1ന്റെ -1നും -1. അപ്പൊ ഇവിടെ മുതൽ ഇങ്ങോട്ട് -1 ആണ്. പക്ഷെ ആർക്ക് -1 അല്ല? ഈ ലൈനെ ടച്ച് ചെയ്താൽ 0 ആയി പോയി അല്ലെ? അപ്പൊ ആ പോയിന്റ് 0 0 അല്ലേ? അപ്പൊ അതിന് ബാധകമല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ റൗണ്ട് ഇട്ട് കാണിക്കണം. അപ്പടം വരെ ഇങ്ങനെ കാണിക്കണം. അപ്പൊ ഇവിടുത്തെ റൗണ്ട് ഇങ്ങോട്ട്. ഞാനിപ്പോ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളവരുടെ ഇവരെക്കാൾ ചെറിയ ഇന്റീജർ, അതായത് -2. ഇത്രയും പേരുടെ ഇമേജ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ നമ്മള് ഇതല്ലേ -2യിലെ വേണം വരയ്ക്കാൻ. പക്ഷെ -1ന്റെ ഇമേജ് -1 തന്നെയാണ്. അപ്പൊ ഇവിടെ പാടില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വരയ്ക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കി വരയ്ക്കുക, അല്ലാത്തവർ ഇതിങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഈ റേഞ്ചിലുള്ളവരുടെ -3 ആണ്. അതായത് ഇവിടെ -3യുടേത് -3 ആണ്. പക്ഷെ -2ന്റേത് ഇതല്ലേ? അപ്പൊ -2ല് ബാധകമല്ല. അപ്പൊ -2ന്റെ അവിടെ റൗണ്ട് ഇട്ട് ഇത് ഇങ്ങോട്ട് വെച്ചു. കൂടുതൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഇതിന്റെ പിക്ചർ ഓർത്ത് വെക്കുക. അടുത്തത് -4ന്റേത് -4 ആണ്. ഈ റേഞ്ചിലുള്ളവരുടെ -4. അപ്പൊ ഈ റേഞ്ചിലുള്ളവരുടെ -4 നേരെ വരയ്ക്കണം. പക്ഷെ -3 ഇതിനകത്ത് പെടുന്നില്ലാത്തതുകൊണ്ട് പെടാത്തവർക്ക് അവിടെ വട്ടം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ്. പറ്റുന്ന പോലെ പഠിക്കുക. പിന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിക്കോളും. ആദ്യമായി കേൾക്കുമ്പോഴാണ് ഇങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്നത്. ഈ റൗണ്ട് ഇടുന്നത് എന്താണെന്ന് കുറെ പേർക്ക് സംശയം വന്നിട്ടുണ്ടാവും. നിങ്ങൾ പരമാവധി കേട്ട് മനസ്സിലാക്കി പറ്റാത്തൊരു കൂട്ടുകാരോട് ചോദിച്ചു പഠിക്കുക. ഇല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കോളും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ഉണ്ടെന്നും റൗണ്ട് ഇടാനുള്ള കാരണം അതിന് നേരെയുള്ള പോയിന്റിന് അത് ബാധകമല്ല എന്ന് കാണിക്കുന്നതാണ് റൗണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 6 തന്നെയാണ്. റേഞ്ച്, അതാണ് പ്രധാനപ്പെട്ടത്. റേഞ്ച് എന്ന് പറയുന്നത് ആരാണ്? റേഞ്ച് ആയിട്ട് വന്നത് ഇതിന്റെ റേഞ്ച് ഇമേജസ് ആയിട്ട് വരുന്നതെല്ലാം ആരേ ഉള്ളായിരുന്നു? ഇന്റീജേഴ്സ് മാത്രമേ റേഞ്ച് ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ?
നമ്മൾ ഏത് നമ്പർ വേണേലും നമുക്ക് എടുക്കാം, പക്ഷെ റിസൾട്ട് വരുന്നത് എപ്പോഴും ഒരു ഇന്റീജർ ആയിരുന്നു. അതുകൊണ്ട് റേഞ്ച് എന്ന് പറയുന്നത് ആരാണ്? ഇന്റീജർ സെറ്റ് സെഡ് ആണ്. അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. എല്ലാത്തിന്റെ റേഞ്ച് ആണ് പ്രത്യേകമായി ഓർക്കേണ്ടത്. ബാക്കി എല്ലാം തന്നെ എല്ലാത്തിന്റെയും 6 തന്നെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഏഴാമത്തേതും ലാസ്റ്റത്തേതുമായ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് എഴുതുന്നതാണ്. ഇതിനർത്ഥം എന്ന് പറഞ്ഞാല് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് നമ്പർ. ആ നമ്പർ ഗ്രാഫിലാണെങ്കിൽ അതിന് തൊട്ടിപ്പുറത്ത് വരുന്ന, ഗ്രാഫിലാണെങ്കിൽ നല്ല ലൈനയില് അതിന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ഇന്റീജർ, തൊട്ടടുത്തുള്ള ലെഫ്റ്റ് സൈഡിലെ ഇന്റീജർ. ഇന്റീജർ ആണെങ്കിൽ അത് തന്നെ, ഇന്റീജർ അല്ലാത്ത നമ്പറുകളുടെ കേസിൽ തൊട്ടിപ്പുറത്തെ ഇന്റീജർ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇത്രേ ഉള്ളൂ, അതിന് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നിടത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ റൗണ്ട് വരുന്നിടത്തുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ, ഞാൻ ഈ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിരിക്കില്ല. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന്റെ ഗ്രാഫ് സ്വന്തമായിട്ടൊന്ന് വരയ്ക്കുക. ഒന്ന് വരയ്ക്കുമ്പോൾ കിട്ടിയെന്നിരിക്കല, 2 വരയ്ക്കുക, 3 വരയ്ക്കുമ്പോഴത്തേക്കും കിട്ടും. അപ്പൊ ശരിയായിക്കോളും. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച 7 ഫംഗ്ഷന്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? അപ്പൊ ഇതിന്റെ 5 കാര്യങ്ങൾ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ, ഡെഫിനിഷൻ, ഗ്രാഫ്, ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ, ഇത്രയും പഠിച്ചു. എല്ലാത്തിന്റെയും തന്നെ ഡൊമൈൻ 6 ആയിരുന്നു. ഒരാളുടെ ഒഴികെ ആരുടെയായിരുന്നു ഡൊമൈൻ 6 അല്ലാതെ ഉണ്ടായിരുന്നത്? ഓർമ്മയുള്ളവർ പറയുക, അല്ലാത്തവര് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. എല്ലാവരുടെയും തന്നെ ഡൊമൈൻ 6 ആയിരുന്നു. എല്ലാവരുടെയും തന്നെ കോഡൊമൈൻ ആരായിരുന്നു? 6 ആയിരുന്നു. മാറ്റമുള്ള ഒരാളുണ്ട് ഡൊമൈനിന്റെ കേസിൽ, അത് ആരാന്ന് നിങ്ങൾ തന്നെ നോക്കണം, ഞാൻ പറയുന്നില്ല. കോഡൊമൈൻ എല്ലാവരുടെയും 6 ആയിരുന്നു. പിന്നെ എല്ലാ ഫംഗ്ഷൻസിന്റെയും, ഈ 7 ഫംഗ്ഷൻസിന്റെയും റേഞ്ച് വ്യത്യാസം വന്നു. ഇപ്പൊ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയുടെ റേഞ്ച്, കോൺസ്റ്റന്റിന്റെ റേഞ്ച്, പിന്നെ നമ്മൾ മൂന്നാമത് പഠിച്ച ഫംഗ്ഷൻ ഏതായിരുന്നു? പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ റേഞ്ച്. അത് 2 എണ്ണം പഠിച്ചിട്ടുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻ. അടുത്ത 4-മത്തെ റാഷണൽ ഫംഗ്ഷന്റെ റേഞ്ച്, 5-മത്തത് മോഡുലസ് ഫംഗ്ഷന്റെ റേഞ്ച്, 6-മത്തത് സിഗ്നം ഫംഗ്ഷന്റെ റേഞ്ച്, 7-മത്തത് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ റേഞ്ച്. ഇവരുടെ മുഴുവൻ പേരുടെയും റേഞ്ച് എന്താണെന്നുള്ളതും പ്രത്യേകം ഗ്രാഫ് പഠിക്കുക, റേഞ്ച് പഠിക്കുക. ഗ്രാഫും റേഞ്ചും അതിന്റെ ഡെഫിനേഷനും ഇവരെ മൂന്നേയും കൂടെ കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഡൊമൈനും കോഡൊമൈനും എല്ലാവർക്കും തന്നെ ഒരാളുടെ ഒഴികെ സെയിം ആണ്. അപ്പൊ ഡെഫിനേഷൻ, ഗ്രാഫ്, റേഞ്ച്, ഇത്രയും കാര്യങ്ങൾ തറവാക്കി പഠിച്ചാൽ തന്നെ ഏകദേശമായി. നിങ്ങൾക്ക് തീരെ പഠിക്കാൻ പറ്റാത്തവര് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയായിരുന്നു. ഇപ്പൊ ബാക്കിയുണ്ടായിരുന്ന ടോപ്പിക്ക് ആൽജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻ. ആൽജിബ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? 2 നമ്പേഴ്സ് നിങ്ങളുടെ കിട്ടിയാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ 1-ാം ക്ലാസ്സിൽ LKG പഠിച്ച കാര്യങ്ങൾക്ക് തുല്യമാണ്. അന്ന് നമ്പേഴ്സ് പഠിച്ചതിന് തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻസ് പഠിക്കുന്നത്. അന്ന് നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നോ അതിന്റെ ബേസിക് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്, അതേപോലെ തന്നെ ഇപ്പൊ ഫംഗ്ഷൻസും പഠിക്കണം. ഫംഗ്ഷൻസിന്റെ ABCD ആണ് നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ നമ്പർ പഠിച്ചു കൊടുത്ത് നിങ്ങൾ നമ്പറിനെ പറ്റി പഠിച്ചു. 1 2 3 4 എന്നൊക്കെ നമ്പർ പഠിച്ച് അത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ പഠിച്ചു നോക്കുന്നില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻസ് നമ്മൾ അതിന്റെ ആൽജിബ്ര പഠിക്കാൻ പോവാണ്. സം ഓഫ് 2 ഫംഗ്ഷൻ, എഫും ജിയും 2 ഫംഗ്ഷൻ ആണെങ്കിൽ അവരുടെ സമ്മ് F+G എങ്ങനെ കാണാം? അവരുടെ ഡിഫറൻസ് F-G എങ്ങനെ കാണാം? അവരുടെ പ്രൊഡക്റ്റ് F×G എങ്ങനെ കാണാം? അവരുടെ ഡിവിഷൻ F/G എങ്ങനെ കാണാം? ഇതാണ് നമ്മൾ ഇനി 4 കൂടിയുണ്ട്. അന്ന് നിങ്ങൾ പഠിക്കാത്തൊരു സാധനമുണ്ട്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു റിയൽ നമ്പർ ആണെങ്കിൽ ആ റിയൽ നമ്പറും ഒരു ഫംഗ്ഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏത് റിയൽ നമ്പർ എടുത്ത ഒരു ഫംഗ്ഷനുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ 2 ഫംഗ്ഷൻ തമ്മിൽ ആഡ് ചെയ്തു. എന്റെ ഡൊമൈൻ X ആണ്, റേഞ്ച് 6 ആണ്. 2ന്റെയും ഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണേ. സോറി, ആഡ് ചെയ്യേണ്ട 2 ഫംഗ്ഷൻസിന്റെയും ഡൊമൈൻ സെയിം ആയിരിക്കണം, റേഞ്ച് സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഡിവിഷനും എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഉറപ്പുവരുത്തണം. അതിനുശേഷം അവരുടെ സമ്മ്, 2 ഫംഗ്ഷൻ തമ്മിൽ ആഡ് ചെയ്താല് നമുക്ക് കിട്ടുന്ന പുതിയ സാധനം എന്തായിരിക്കും? ആഡ് ചെയ്താൽ കിട്ടുന്ന പുതിയ സാധനം നമ്പർ ആയിരിക്കുമോ ഫംഗ്ഷൻ ആയിരിക്കുമോ? അതും എന്ത് തന്നെയായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. എന്റെ ഡൊമൈൻ എന്താണ്? അവർക്ക് 2 പേർക്കും കോമൺ ഡൊമൈൻ ആയിരിക്കണല്ലോ. അതിന്റെ ഡൊമൈൻ അവരുടെ തന്നെ ഡൊമൈനും റേഞ്ച് അവരുടെ തന്നെ റേഞ്ചുമായിരിക്കും. റേഞ്ച് എപ്പോഴും 6 ആയിരിക്കണം. X അതിന്റെ സബ്സെറ്റ് ആയിരിക്കണം.
റേഞ്ചിന്റെ ഒരു സബ്സെറ്റ്, ആറിന്റെ ഒരു സബ്സെറ്റ്, അല്ലെങ്കിൽ ആറ് വേണേലും ആകാം, അല്ലെങ്കിൽ സബ്സെറ്റ്. എഫ് പ്ലസ് ജി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? അപ്പോ ദാറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് പ്ലസ് ജി എന്നുള്ള പുതിയ ഫംഗ്ഷൻ, നമ്മൾ എഫ് എന്നുള്ള പേരിന് പകരം ഇപ്പൊ എഫ് പ്ലസ് ജി എന്നുള്ള പേരിട്ടേ ഉള്ളൂ. നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതുകയല്ലേ, അതിന് പകരം എന്ത് എഴുതണം? എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഈ ഫംഗ്ഷന്റെ പേര് എഫ് പ്ലസ് ജി എന്നാണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എഫും ജിയും തന്നു. ഫൈൻഡ് എഫ് പ്ലസ് ജി എന്നുള്ള പുതിയ ഫംഗ്ഷൻ. ഇതൊരു പുതിയ ഫംഗ്ഷൻ ആണ്. എഫും ജിയും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ മറ്റൊരു ഫംഗ്ഷൻ. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 എന്ന മറ്റൊരു നമ്പർ അല്ലേ? അതുപോലെ പുതിയൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഇമേജ് അറ്റ് ഈ എക്സ് എന്ന പോയിന്റില് ഇതിന്റെ ഇമേജ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കിട്ടിയാ? ആ ഫംഗ്ഷന്റെ എക്സിലുള്ള ഇമേജ് പ്ലസ്, അത് നമുക്കറിയാം എഫും ജിയും നമ്മുടെ കയ്യിലുണ്ട്. ആ ഫംഗ്ഷന്റെ ആ പോയിന്റിന്റെ ജിയിലുള്ള ഇമേജ് അത് നമ്മൾ ആഡ് ചെയ്താൽ എന്തായി? എഫ് പ്ലസ് ജി എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ്. If f and g are any two function, then their sum f plus g is also a function from x to r such that എന്നുള്ള ചിഹ്നമാണ് ഇത്. നിങ്ങൾക്ക് സംശയം വരണ്ട. such that തൽക്കാലം കണ്ടുകുത്തുക. നമുക്ക് അതായത് സംശയം വരും അല്ലെ? such that f plus g of x, പുതിയ ഫംഗ്ഷന്റെ പേരാണ് f plus g. That is a function നൊട്ടേഷൻ ആണ് f plus g. It is defined as f plus g of x. x എന്ന പോയിന്റിലുള്ള ഇമേജ് എന്ന് പറയുന്നത് എക്സിലെ ഇമേജ് പ്ലസ് ജിയിലെ ഇമേജ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ തന്നാൽ അവരെ സബ്സ്ട്രാക്ട് ചെയ്ത് വരുന്നത് എഫ് മൈനസ് ജി എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. അതായത് 3ഉം 2ഉം നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ 3 - 2 1 എന്നുള്ള മറ്റൊരു നമ്പർ കിട്ടുന്ന പോലെ ഇതിൽ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഡൊമൈനും റേഞ്ചും അത് തന്നെ. അതിന്റെ ഡെഫിനേഷൻ എഫ് മൈനസ് ജി എന്നുള്ള പുതിയ ഫംഗ്ഷന്റെ ഇമേജ് എന്താണ്? എക്സിലുള്ള ഇമേജ്. സംശയമില്ല. എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇമേജ് മൈനസ് ജിയിലെ ഇമേജ്. അതേപോലെ അവരെ മൾട്ടിപ്ലൈ ചെയ്തു എഫ് ഇൻറ്റു ജി. എഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പുതിയൊരു ഫംഗ്ഷനാണ്. നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ നമ്പർ കിട്ടുന്ന പോലെ. അതേ ഡൊമൈൻ, അതേ റേഞ്ച്. എഫ് ജി എന്നാണ് എന്റെ നൊട്ടേഷൻ. ആ നൊട്ടേഷനിലുള്ള ഇമേജ് എഫ് ജി ഓഫ് എക്സ്, എക്സിലുള്ള ഇമേജ് എന്തായിരിക്കും? ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അടുത്തത് എഫ് ബൈ ജി. Quotient of the multiplication of two real number, the subtraction of two real number, the addition of two real number അല്ലെ real function. at the quotient of two real function. ഇപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ എന്താ നമുക്ക് പറയാലോ? ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതനുസരിച്ച് ഇറ്റ്സ് ഓൾസോ എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ എഫ് ബൈ ജി. അതാണ് അതിന്റെ പുതിയ നൊട്ടേഷൻ, പുതിയ ഫംഗ്ഷൻ. അതിന്റെ നൊട്ടേഷൻ ഇത് എഫ് ബൈ ജി ഓഫ് എക്സ്, എക്സിലുള്ള അതിന്റെ ഇമേജ്. ഇവിടെ ഇതിന് ബ്രാക്കറ്റ് ഇടാനൊന്നും ഇല്ല, കാരണം ഇത് ഫംഗ്ഷന്റെ ഒരു സിംഗിൾ പേരാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ബ്രാക്കറ്റ് ഇട്ടും ഇവരെ റെപ്രസെന്റ് ചെയ്യാന്ന് മാത്രം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ ഇതിന് മാത്രമായിട്ട് എടുത്തു പോയാലോ എന്ന് ഓർത്തിട്ടാണ്. ഇതൊരു സിംഗിൾ പേരാണ് ശരിക്കും, ഇതൊരു സിംഗിൾ നെയിമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട് പിന്നീട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നു എന്ന് മാത്രം. f by g of x equal to f of x by g of x. ഇതെന്ത് കാര്യം ഓർമ്മിക്കണം പ്രത്യേകം? കോഷ്യന്റ് g of x വന്നാല് x നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന എലമെന്റ് അല്ലേ? ഇതിന്റെ അകത്ത് നമ്മൾ ഏത് എലമെന്റും എടുത്താൽ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യല, നിലനിൽക്കുകയല്ല. എപ്പം നിലനിൽക്കുകയല്ല? എപ്പം എന്ത് കാര്യം നമ്മൾ ഓർപ്പിക്കണം? ഓക്കെ, ഈ ഒരു കാര്യം ഉറപ്പായിരിക്കണം. ഏത് എക്സും എടുക്കത്തില്ല. ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന എക്സ് മാത്രമേ ഡൊമൈനിൽ നിന്ന് നമ്മൾ എടുക്കാൻ പാടുള്ളൂ, ഈ കേസിൽ മാത്രം. ഇനി നമുക്ക് ഒരു ഫംഗ്ഷനും കൂടിയാണ് അഞ്ചാമത്തത്. അപ്പൊ ഇത് നമ്മൾ ഇത്രയും പഠിച്ച സമ്മ, സബ്ട്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇനി അഞ്ചാമത്തത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. ആൽഫ ഒരു റിയൽ നമ്പർ ആയിട്ട് എടുത്താല് ആൽഫ ഇൻറ്റു എഫ്, ആ ഫംഗ്ഷനെ ഒരു സ്കേലാർ കൊണ്ട്, എഫ് എന്ന ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിന് വേറെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനവും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഒരു ഫംഗ്ഷനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫംഗ്ഷൻ ഒരു സ്കേലാർ തന്നെ, സോറി ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന ഫംഗ്ഷൻ എടുത്തു, 2 എന്നൊരു സ്കേലാർ എടുത്തു, ആൽഫ ഈക്വൽ ടു 2. അപ്പോ 2f എന്നുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? 2 ഇൻറ്റു എക്സ്, 2x. അങ്ങനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ഫംഗ്ഷൻ ആണ്. ഏത് സ്കേലാറും, സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എഫ് എന്നാണ് ഇതിന്റെ പുതിയ പേര് ആ ഫംഗ്ഷന്റെ.
അതിനെ നമ്മൾ അതിന്റെ ഇമേജ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സ്കേലാർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ആൽഫ ഈക്വൽ ടു 2. അപ്പൊ 2f ഈക്വൽ ടു 2x എന്നുള്ള പുതിയ ഫംഗ്ഷൻ ആയിട്ട് മാറും. എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മുടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ അഞ്ചാമത്തേത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ 2x എക്സാമ്പിൾ ആണ്. ഇതിന്റെ എക്സാമ്പിൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒറിജിനൽ കൂടി പാസ് ചെയ്യുന്ന ഈ പോയിന്റ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 2f എന്ന പുതിയ ഫംഗ്ഷൻ ഉണ്ടാക്കി. 2f ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് വരും. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് വരും? ഇതേപോലെ തന്നെ ഇത് ഒറിജിനൽ കൂടെ ഇത് 45 ഡിഗ്രിയിലാണ് പാസ് ചെയ്യുക. ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ് ആക്സിസിനോട് ചെരിഞ്ഞു വരും. 2-ന് 1 എന്നുള്ള പോയിന്റ്, 1-ന് 2 എന്ന പോയിന്റ്. അപ്പോ കുറച്ചും കൂടി അങ്ങോട്ട് ചെയ്യും, ഇങ്ങോട്ടല്ല കേട്ടോ, അങ്ങോട്ട് ചെയ്യും. ഇത് കൃത്യം 45 ഡിഗ്രി പോവുമെങ്കിൽ അത് ഇച്ചിരിയും കൂടി വൈ ആക്സിസിലേക്ക് അതിന് ചെരിവ് കൂടും. ഈ ആംഗിൾ 45-നേക്കാളും വലുതായിരിക്കും. ഒറിജിനൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് ചെരിവാണ് വൈ ആക്സിസിലേക്ക്. ഇത് രണ്ടും ഒരുപോലെയാണ്. നമുക്ക് ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് കൊണ്ട് തോന്നുന്നതാണ്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് നിർബന്ധമായും 45 ആയിരിക്കും ഡിഗ്രി. ഇത് 45-നേക്കാൾ എബോവ് 45. കണ്ടുപിടിക്കാൻ നമുക്ക് കൃത്യം എത്രയാണ്. ഇപ്പൊ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയെന്നുള്ളൂ. അതിന്റെ അതും ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഇതിന്റെ നോട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ റിയൽ ആൽജിബ്ര ഓഫ് ഫംഗ്ഷൻസിന്റെ നോട്ട് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 42 മുതല് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് എഴുതിയാലും മതിയാവും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ നോക്കി ഡയറക്റ്റ് വേണ്ടവർക്ക് എഴുതാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം നോട്ട് നോക്കി ടെക്സ്റ്റ് നോക്കി എഴുതാൻ നോട്ട്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് വെച്ച് എഴുതിക്കൊള്ളുക. ഇവിടെ എല്ലാ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ച 8 ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് 8 എണ്ണത്തിന്റെയും ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പേജ് നമ്പർ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ടെക്സ്റ്റില് പേജ് നമ്പർ 38 മുതൽ സം ഫംഗ്ഷൻസ് ആൻഡ് ദർ ഗ്രാഫ്, പേജ് നമ്പർ 38 മുതൽ പേജ് നമ്പർ 42 വരെ ഉള്ള പോർഷൻസ് ആണത്. അത് മുഴുവനും ഗ്രാഫ് വരച്ചത് കാണിക്കുക. അതിനുശേഷം ആൽജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് എന്നുള്ള ടോപ്പിക് ഉണ്ട് പേജ് നമ്പർ 42 2.42. ആ ഭാഗം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് നോട്ടായിട്ട് എഴുതേണ്ടത്. 42 ആൻഡ് 43 ഇത്ര എഴുതിയാൽ ഇതിന്റെ നോട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ പ്രോബ്ലം സെക്ഷൻ ഒക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തത് തന്നെ നോക്കി ചെയ്യുക. നോട്ട് എഴുതേണ്ട ഭാഗമാണ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം ആണ് ഇവിടെ ടെക്സ്റ്റിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സം ഓഫ് 2 ഫംഗ്ഷൻ പ്രൊഡക്റ്റ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റ് നോക്കി എഴുതിയാൽ മതിയാവും. വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് വരുമ്പോൾ അതുകൊണ്ട് 2 എണ്ണം ചെയ്യാം. വീഡിയോയിൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ എക്സാമ്പിൾ 16-ഉം എക്സാമ്പിൾ 17-ഉം സ്വന്തമായിട്ട് ചെയ്യുക. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലും ബാക്കി ചെയ്യാം.